കോഡെക്സ് ഗിഗാസിന് ശേഷം ഞാൻ വായിക്കുന്ന അനുരാഗ് ഗോപിനാഥിൻ്റെ മറ്റൊരു നോവൽ ദ്രാവിഡക്കല്ല്. ഹിന്ദു മിത്തോളജിയിലേക്ക് അല്പം സൂപ്പർ നാച്ചുറൽ എലമെൻസും ത്രില്ലർ സിറ്റുവേഷൻസും സമന്വയിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് മനോഹരമായൊരു നോവലാണ്. പരമശിവന്റെ കണ്ണുനീർത്തുള്ളി മകനായ കാർത്തികേയന്റെ ഉള്ളംകൈയിലേക്ക് വീണതും അതൊരു കല്ലായി മാറുന്നു. താരകാസുര നിഗ്രഹത്തിനായി പുറപ്പെടുന്ന കാർത്തികേയന്റെ ദിവ്യായുധമായ വേലിൽ ആ കല്ലിനെ ഘടിപ്പിക്കുന്നു. താരകാസുരനെ വധിച്ചതിന് ശേഷം യുദ്ധത്തിനിടയിൽ തൻ്റെ ജീവൻ രക്ഷിച്ച ഒരു യോഗീശ്വരന് കാർത്തികേയൻ ആ കല്ല് സമ്മാനമായി നൽകുന്നു. ഉണ്ടെന്നും ഇല്ലെന്നും പറയപ്പെടുന്ന ആ കല്ലാണ് പിൽക്കാലത്ത് ദ്രാവിഡക്കല്ലെന്നറിയപ്പെട്ടത്. ഈ നൂറ്റാണ്ടിലെ 3 ചെറുപ്പക്കാർ ആ കല്ല് സ്വന്തമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ദ്രാവിഡക്കല്ലിലൂടെ അനുരാഗ് നമ്മളോട് പറയുന്നത്. വിശ്വാസങ്ങളും പുരാണങ്ങളും സസ്പെൻസും മിക്സ് ചെയ്ത ഈ നോവൽ ത്രില്ലർ നോവൽ പ്രേമികൾക്ക് വ്യത്യസ്തമായൊരു വായനാനുഭവമായിരിക്കും സമ്മാനിക്കുക.